ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഇന്ന് ഭഗവത്ഗീത ചാപ്റ്റർ 2 സാഖ്യയോഗം ശ്ലോകങ്ങൾ 69, 70 നോക്കാം. അപ്പോൾ നമ്മൾ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ലോകത്തിൽ വളരെ പ്രക്ഷുബ്ധമായ ഒരു ലോകം എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. കാരണം അത്രയ്ക്കും കലുഷിതമായ ഈ കലികാലത്തിൽ നമുക്ക് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പലതരം വെല്ലുവിളികൾ അനുഭവിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സമചിത്തതയോടുകൂടി ഇരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്ലോകങ്ങളും തന്നെ പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ ചാപ്റ്റർ 2 55-ാമത്തെ ശ്ലോകം മുതൽ പറയുന്നതിന് ഒരു പ്രത്യേക പേര് അതിന് കൊടുത്തിട്ടുണ്ട്. അതിനാണ് സ്ഥിതപ്രജ്ഞ യോഗം എന്ന് പറയും. അതായത് ഒരു സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് ജീവിക്കുക, എങ്ങനെയാണ് സംസാരിക്കുക, എങ്ങനെയാണ് അയാളുടെ ലക്ഷണം എന്താണ്, അതാണ് സ്ഥിതപ്രജ്ഞ ലക്ഷണം. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ വരുന്നതാണ് 69, 70 ശ്ലോകങ്ങൾ. അപ്പം അത് നോക്കാം. അപ്പം ഞാൻ ചൊല്ലാം. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമീ യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനി. ഒരിക്കൽ കൂടെ ചൊല്ലാം. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമീ യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് നമുക്ക് എങ്ങനെയാണ് മനഃശക്തി നിലനിർത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നും, ഒരു യോഗിയും ഭോഗി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ നമ്മളെപ്പോലുള്ളവരൊക്കെ വിഷയങ്ങളൊക്കെ അനുഭവിച്ച് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അയാളെ ഭോഗി എന്ന് പറയും. അതേസമയം യോഗി എന്ന് പറഞ്ഞാൽ എല്ലാ ആത്മനിയന്ത്രണത്തോടുകൂടി ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച് അയാൾ എന്താ പറയുക, ഒരു സമൂഹത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്ന ആളെ യോഗി എന്ന് പറയും. അപ്പോൾ യോഗിയും ഭോഗിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ഈ ഒരു ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ശ്ലോകം ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനെ. അവിടെ ഓൾറെഡി എല്ലാ വാക്കുകളും സ്പ്ലിറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഓരോ വാക്കുകളുടെ അർത്ഥം നോക്കാം. യാ നിശ, യാതൊന്ന് രാത്രിയാണോ, സർവഭൂതാനാം സർവജീവികൾക്കും, തസ്യാം ആ രാത്രിയിൽ, ജാഗർത്തി സംയമി എന്ന് പറഞ്ഞാൽ, സംയമി എന്ന് പറഞ്ഞാൽ സംയമനം നേടിയ ജിതേന്ദ്രിയൻ. ജാഗ്രതി എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്നു, ജാഗ്രത എന്നൊക്കെ പറയില്ലേ, അത് ജാഗ്രതി. സംയമി ജാഗ്രതി എന്ന് പറയുമ്പോൾ ജിതേന്ദ്രിയൻ ഉണർന്നിരിക്കുന്നു. യസ്യാം യാതൊന്നിൽ, യസ്യാം ജാഗ്രതി ഭൂതാനി ഭൂതങ്ങൾ, ജാഗ്രതി ഭൂതങ്ങൾ എന്ന് വെച്ചാൽ എല്ലാ ജീവികളും ഉണർന്നിരിക്കുന്നുവോ, സാ നിശ ആ പകല് പശ്യതോ മുനി മുനികൾക്ക് അത് രാത്രി. സാ എന്ന് പറയുമ്പോൾ ആ പകൽ പശ്യത മുനെ നിശ, അതായത് തത്വദർശിയായ മുനികൾക്ക് അത് നിശ, രാത്രി എത്രേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് അജ്ഞാനം ഉള്ള, അതായത് അജ്ഞനായ, അതായത് അറിവില്ലാത്ത ഒരു ഭോഗിയും യോഗിയും 2 തരത്തിലാണ് അനുഭവങ്ങളെ കാണുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പം നമ്മളൊരു നീല നിറത്തിലുള്ള ഒരു കണ്ണാടിയിൽ കൂടെ നോക്കുമ്പോൾ എല്ലാം നീലയായിട്ട് തോന്നും എന്നൊക്കെ പറയില്ലേ നമ്മൾ. അങ്ങനെ എന്തിലൂടെ നമ്മുടെ കാഴ്ചകൾ എങ്ങനെയാണോ അതുപോലെയാണ് ഈ ലോകം. അപ്പം നമ്മൾ ശരിക്കും ഈ ലോകത്തിനെ കുറ്റം പറയുന്നവരാണ് കൂടുതലും ഉള്ളത്. അപ്പം നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ് മാറ്റേണ്ടത്. അപ്പം നല്ല ചിന്തകളിലൂടെ ജീവിക്കുകയും നല്ല ചിന്തയിലൂടെ മറ്റുള്ളവരെ കാണുകയും ചെയ്യുമ്പോൾ എല്ലാം നല്ലതായിട്ട് തോന്നും. അപ്പോൾ അതാണ് നമ്മുടെ കാഴ്ചയാണ് നമ്മൾ മാറ്റേണ്ടത്. പക്ഷെ നമ്മളെ പറയുന്ന എല്ലാവരെയും നമ്മൾ കുറ്റം പറയുകയും നമ്മൾ മറ്റുള്ളവരിൽ കുറ്റം കാണാൻ ശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിൽ കുറേ കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങളാണ് ആദ്യം തിരുത്തി എടുക്കേണ്ടത്.
അപ്പോൾ ഇന്ദ്രിയ മനോബുദ്ധികളെ ഒക്കെ അതിക്രമിച്ച് അതിനെയൊക്കെ കീഴടക്കി ശുദ്ധബോധത്തിലെത്തുന്ന ഒരു യോഗി, തത്വദർശി എന്ന് പറയും. ഒരു യോഗിക്ക് എല്ലാം ബ്രഹ്മമെന്ന ഒരു അവസ്ഥയിലേക്ക് അയാൾ എത്തുന്നു. അതായത് പിന്നെ അത് ധ്യാനത്തിലൂടെയൊക്കെ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, എങ്ങനെയാണ് സമചിത്തത നേടുക, എങ്ങനെയാണ് അതൊക്കെ ധ്യാനമൊക്കെ അതിനെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു യോഗി ശുദ്ധബോധത്തിലേക്ക് ഉണരുന്നു. അതായത് ബോധം എന്ന് പറയുന്നതാണ്, നമ്മുടെ ഉള്ളിലുള്ള ബോധമാണ് എല്ലാത്തിനും കാരണം. ഇപ്പോൾ ഒരാൾ സംസാരിക്കുന്നു, ഒരാൾ കേൾക്കുന്നു, ഒരാൾ കാര്യങ്ങൾ അറിയുന്നു, അതിനൊക്കെ കാരണം അയാളുടെ ഉള്ളിലുള്ള ബോധമാണ്. അപ്പോൾ ആ ബോധത്തിനെ കുറിച്ച് ഒരു അറിവ് ഉണ്ടായ ഒരു തത്വദർശി അല്ലെങ്കിൽ ഒരു ജ്ഞാനി അല്ലെങ്കിൽ ഒരു അറിവുള്ള ഒരാൾ, അയാൾ ഈ ലോകത്തിലെല്ലാം ബ്രഹ്മം ആണ് എന്നുള്ള ഒരു അറിവിലേക്ക് എത്തുന്നു. അപ്പം ഈ ലോകത്ത് എല്ലാത്തിലും ആ ബ്രഹ്മത്തിൻ്റെ ആ ബ്രഹ്മചൈതന്യം അടങ്ങിയിരിക്കുന്നു എന്നുള്ള അറിവാണ് നമുക്കില്ലാത്തത്. ആ ഒരു അറിവിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഈ ദ്വിതീയ അനുഭവം മാറിയിട്ട് അദ്വൈത അനുഭവത്തിലേക്ക് നമ്മളെത്തുള്ളൂ. അപ്പോഴേ നമുക്ക് കുറേയൊക്കെ നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനം ഉണ്ടാവുള്ളൂ. ഇത് കുറച്ച് പിന്നെ ആധ്യാത്മികമായിട്ട് കുറച്ച് ഉയർന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും പറയാം. ശരീര മനോബുദ്ധികളാകുന്ന ഉപാധികളിൽ അഭിമാനിച്ച് കഴിയുന്ന ജീവൻ വികാര വിചാര വിഷയ രൂപത്തിൽ ലോകത്തെ കണ്ട് ഭ്രമിക്കുന്നു. അതാണ് പറയുന്നത്. നമ്മളെന്താണോ അതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ നല്ലതായിട്ട് കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചാൽ നമുക്ക് ലോകവും നല്ലതായിരിക്കും. ഇങ്ങനെയാണ്, നമ്മളുടെ മനസ്സെന്താണോ അതാണ് ലോകം. അപ്പോൾ പിന്നെ പറയുന്ന, അപ്പോൾ ആ എല്ലാം ബ്രഹ്മമായിട്ട് അനുഭവപ്പെടുമ്പോൾ ചുരുക്കത്തിൽ ഈ യോഗി എന്ന് പറയുന്ന ആ ബ്രഹ്മത്തെ അനുഭവിക്കുന്ന യോഗി ബ്രഹ്മാനുഭൂതി, യോഗിയുടെ പകൽ എന്ന് പറയുന്നത് ബ്രഹ്മാനുഭൂതിയാണ്. പക്ഷെ ആ യോഗിയുടെ പകൽ എന്ന് പറയുന്നത് ബ്രഹ്മം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ അത് ഈ ഭോഗിയായിട്ടുള്ള വിഷയങ്ങളിൽ വ്യാപരിക്കുന്ന ഒരാൾക്കത് മനസ്സിലാവില്ല. അവർക്ക് അത് രാത്രി പോലെ തോന്നുമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. പിന്നെ യോഗിയുടെ പകൽ എന്ന് പറയുന്നത് ഭോഗിക്ക് രാത്രിയാണ്, യോഗിയുടെ രാത്രി എന്ന് പറയുന്നത് ഭോഗിക്ക് പകലാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം, ഒരു യോഗിയായിട്ടുള്ള ഒരാൾ, ബ്രഹ്മത്തെ അറിഞ്ഞ ഒരാൾ ആ ബ്രഹ്മാനുഭൂതിയിലിരിക്കുമ്പോൾ അയാൾക്കത് പകലാണെങ്കിൽ ഈ വിഷയങ്ങളിൽ വ്യാപരിക്കുന്ന ആൾ, അയാൾ അജ്ഞാനിയാണ്, അയാൾക്കത് ഇരുട്ടാണ്, അയാൾക്കത് രാത്രിയാണ്. അത്രയേ ഉള്ളൂ. അതായത് പിന്നെ യോഗി പിന്നെ ആ ഒരു ജ്ഞാനമാകുന്ന വെളിച്ചത്തിലിരിക്കുമ്പോൾ അയാൾക്കത് പകലാണ്. പക്ഷെ എന്നാൽ ഭോഗി അജ്ഞാനമാകുന്ന ഇരുട്ടിലിരിക്കുമ്പോൾ അത് അയാൾക്ക് രാത്രിയാണ്. ഇത്രയേ ഉള്ളൂ. ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വളരെ ചെറിയ വ്യത്യാസമാണ്. അപ്പോൾ ഭോഗിയുടെ പകൽ എന്ന് പറയുന്നത് അയാൾ വിഷയസേവകളിൽ മുഴുകിയിരിക്കുന്നു. എവിടെയൊക്കെയാണ് എവിടെയാണ് മദ്യം, എവിടെയാണ് സ്ത്രീ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്ന സ്ത്രീകളുടെ പുറകെയും മദ്യത്തിൻ്റെ പുറകെയും പിന്നെ അതുപോലെ പല പിന്നെ ആഗ്രഹങ്ങളുടെ പുറകെ ഇങ്ങനെ പോകും. അവിടെ എനിക്ക് അത് കിട്ടും ഇത് കിട്ടും, എന്നിട്ട് അവസാനം ദുഃഖവും ദുരിതവുമായിരിക്കും ആകെപ്പാടുള്ളൊരു ഫലം. കാരണം ഇവിടെ ഒന്നും അന്വേഷിച്ചാൽ കിട്ടാത്തൊരു സാധനമാണ് ഈ ശാന്തിയും സമാധാനവും സുഖമെന്ന്. നമ്മൾ ഈ സുഖത്തിൻ്റെ പുറകെ ഓടുന്ന യുവാക്കൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. നമുക്ക് അനുഭവിക്കാം, എല്ലാം നീ അനുഭവിക്കൂ എന്ന് ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്. ഈ ലോകത്തിൽ നീ 100 വയസ്സ് വരെ ജീവിക്കൂ, എല്ലാം അനുഭവിക്കുക. എന്നാൽ ഇതൊക്കെ എന്താണ് എന്നുള്ള കൃത്യമായ അറിവ് നമുക്ക് ഉണ്ടായിട്ട് വേണം നമ്മളത് അനുഭവിക്കുമ്പോൾ. അപ്പോൾ എന്താണെന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പിന്നെ ആ ഒരു അജ്ഞാനം മൂലം നമ്മൾ ഒരുപാട് ദുഃഖിയായി മാറില്ല. അപ്പോൾ ഭോഗിയുടെ പകൽ എന്ന് പറയുന്ന വിഷയസേവയാണ്. അതിൻ്റെ നേരെ യോഗി കണ്ണടച്ച് കളയുന്നു. അപ്പോൾ അതിൻ്റെ നേരെ യോഗി ആ വിഷയസേവയിൽ അയാൾ മുഴുകുന്നില്ല. അതുകൊണ്ടാണ് യോഗിയുടെ പകൽ ഭോഗിക്ക് രാത്രിയാണെന്ന് പറയുന്നതിന് കാരണം. യോഗിക്ക് വിഷയസേവ ഇഷ്ടമല്ല, അപ്പോൾ യോഗി അതിൻ്റെ നേരെ കണ്ണടയ്ക്കുന്നു. അതുകൊണ്ടാണ് ഒരാളുടെ പകൽ മറ്റൊരാളുടെ രാത്രിയാണെന്ന് പറയുന്നത്. അപ്പോൾ യോഗിയും ഭോഗിയും തമ്മിലുള്ള, അതായത് ഒരു ജ്ഞാനിയും അജ്ഞാനിയായിട്ട് വിഷയസുഖം അനുഭവിക്കുന്ന ഭോഗിയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അവരുടെ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയുന്നു, കാമരഹിതനായിട്ടുള്ള ജ്ഞാനി മാത്രമേ മുക്തി
അല്ലെങ്കിൽ മുക്താവസ്ഥ പ്രാപിക്കുള്ളൂ. മുക്താവസ്ഥ എന്ന് പറഞ്ഞാൽ മോക്ഷമാണ്. ഈ മോക്ഷം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ മരിച്ചു കിടക്കുമ്പോൾ കിട്ടുന്ന സാധനമല്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് നമ്മൾ കരകയറുന്ന ഒരവസ്ഥയാണ് മുക്തി അല്ലെങ്കിൽ മോക്ഷം. അടുത്ത ശ്ലോകം 70. ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രമാപപ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമീ. അപ്പോൾ ആപൂര്യമാണം സ്പ്ലിറ്റ് ചെയ്തെങ്ങനെ വായിക്കാം? ആപൂര്യമാണം അജലപ്രതിഷ്ഠം. സമുദ്രം ആപ എന്നുള്ള സമുദ്രം പ്ലസ് ആപ എന്ന് വായിക്കണം. പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ ശാന്തിം ആപ്നോതി ന കാമകാമി എന്ന് പറഞ്ഞാൽ ആപൂര്യമാണം അചലപ്രതിഷ്ഠം എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിലതെറ്റാതെ നിൽക്കുന്ന, അചലം എന്ന് വെച്ചാൽ നിലതെറ്റാതെ നിൽക്കുന്ന, പിന്നെ സമുദ്രം തന്നെ, സമുദ്രത്തെ ആപ എന്ന് പറഞ്ഞാൽ ജലം, യദ്വത് പ്രവിശന്തി തദ്വത് പ്രവേശിക്കുന്നത് പോലെ, ആ സമുദ്രത്തിലേക്ക് എങ്ങനെയാണോ പ്രവേശിക്കുന്നത്, യദ്വത് എങ്ങനെയാണോ പ്രവിശന്തി പ്രവേശിക്കുന്നത്, തദ്വത് അതുപോലെ, സർവകാമനകളും എല്ലാ തരത്തിലുള്ള നമ്മുടെ ആഗ്രഹങ്ങളും പ്രവിശന്തി ആരെ പ്രവേശിക്കുന്നുവോ, പ്രവേശിക്കുന്നുവോ ശാന്തിം ആപ്നോതി അവൻ ശാന്തി ആപ്നോതി അനുഭവിക്കുന്നു, നേടുന്നു. കാമകാമി നഹ എന്ന് വെച്ചാൽ കാമകാമി എന്ന് പറഞ്ഞാൽ ഭോഗിച്ചു വിഷയസുഖങ്ങളുടെ പുറകെ പോകുന്ന ആളാണ് കാമകാമി. അവന് എന്ന് പറഞ്ഞാൽ ഇല്ല, കാമകാമിക്ക് അല്ലെങ്കിൽ ഭോഗിച്ചുവിന് ഇതൊന്നും ഈ ശാന്തി അനുഭവിക്കാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രഹ്മനിഷ്ഠൻ, ബ്രഹ്മത്തെ അറിഞ്ഞ ഒരാളുടെ ഹൃദയത്തെ നമുക്ക് സമുദ്രത്തോട് ഉപമിക്കാമെന്ന് പറയുന്നത്. ഒരു സമുദ്രത്തിലേക്ക് പല നദികളിൽ നിന്ന് വെള്ളം എപ്പോഴും അതിലേക്ക് വന്നു ചേരും. പക്ഷേ എത്ര വെള്ളം വന്നാലും സമുദ്രം അത് എന്താണോ സമുദ്രം അതുപോലെ തന്നെ സമുദ്രം നിൽക്കും. അതിൻ്റെ നില മാറുന്നില്ല, അത് ഉയരുന്നില്ല. അതിൻ്റെ സമുദ്രജലനിരപ്പ് ഒരുപാട് അങ്ങോട്ട് കൂടി ആ പ്രശ്നമൊന്നും വരുന്നില്ല. കാരണം എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് അതിനുണ്ട്. അതുപോലെ ഈ ലോകത്തെ എണ്ണമറ്റ പ്രപഞ്ച വിഷയങ്ങൾ, നമ്മളിപ്പോൾ ഒരാളിങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടേക്കും പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണുന്നു, ശബ്ദങ്ങൾ കേൾക്കുന്നു, അങ്ങനെ ഇതെല്ലാം നമുക്ക് വിഷയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ എങ്ങനെയാണോ നദീജലം ഈ സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത്, അതുപോലെയാണ് പല വിഷയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്. ആ കയറുന്നത് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് കയറുന്ന ആ അനുഭവങ്ങൾ അയാളെ ഒരുപാട് തളർത്തും, അയാൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. അതേസമയം ഒരു ബ്രഹ്മനിഷ്ഠൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്തൊക്കെ നദികളിൽ നിന്ന് എന്തെല്ലാം വെള്ളം വന്നാലും അയാൾ സശാന്തി ആപ്നോതി, അയാൾക്ക് സുഖമായ ശാന്തി അനുഭവിക്കുന്നു. എങ്ങനെയാണോ സമുദ്രത്തിന് ഏത് നദിയിൽ നിന്ന് എത്ര വെള്ളം വന്നാലും സമുദ്രത്തിന് അതൊരു പ്രശ്നമല്ല. സമുദ്രം ശാന്തമായിട്ട് അതിൻ്റെ ജോലി തന്നെ ചെയ്യും. സമുദ്രത്തിലുള്ള തിരയിളക്കം അത് ഓൾറെഡി ഉള്ളതുപോലെ തന്നെ അത് പോകും. അല്ലാതെ കുറച്ച് വെള്ളം കൂടുതൽ വന്നു എന്ന് പറഞ്ഞിട്ട് സമുദ്രത്തിനൊരു പ്രശ്നമില്ല. ഇതുപോലെയാണ് ബ്രഹ്മനിഷ്ഠനെ സമുദ്രത്തോട് ഉപമിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സുഖജീവിതം അല്ലെങ്കിൽ എന്ന് പറയുന്നത്, സുഖജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സാധാരണ ഒരുപാട് കുത്തക മുതലാളിമാർ അവരുടെ പ്രൊഡക്റ്റൊക്കെ നമ്മളിൽ അടിച്ചേൽപ്പിക്കാൻ പല പല തന്ത്രങ്ങൾ ഉപയോഗിക്കും. അത് ആ ഓഫർ, ഈ ഓഫർ, പിന്നെ അതുപോലെ കുറേ ബാങ്കുകൾ തന്നെ കുറേ ക്രെഡിറ്റ് കാർഡുകൾ, ഇതൊക്കെ നമുക്ക് ചതിക്കുഴികളാണ്. കാരണം നമ്മളിതെല്ലാം പോയി വാങ്ങി കുറേ കടമൊക്കെ വാങ്ങി കുറേ ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉപയോഗിക്കുക. അവസാനം ഇതിൻ്റെ പലിശയൊക്കെ ഇങ്ങനെ കൂടി വരുമ്പോൾ ഇതൊക്കെ നമുക്കൊരു ഭാരമായിട്ട് മാറും. അപ്പോൾ ഇതിനൊക്കെ എന്താണ് ഒരു വഴി എന്ന് ചോദിച്ചാൽ ആദ്യമേ തന്നെ ആ ആഗ്രഹങ്ങളുടെ വാതിലങ്ങോട്ട് ആദ്യം അടയ്ക്കുക. അപ്പോൾ ആഗ്രഹങ്ങളുടെ വാതിൽ അടയ്ക്കുമ്പോൾ തനിയെ സന്തോഷം വരും. കാരണം ഓരോ ആഗ്രഹങ്ങൾ, എനിക്കിത് കിട്ടിയാൽ കൊള്ളായിരുന്നു, എനിക്ക് അത് കിട്ടിയാൽ കൊള്ളായിരുന്നു, ഇങ്ങനെയുള്ള നമ്മുടെ ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹത്തിനെ കൂട്ടാൻ വേണ്ടി ഇന്ന് ഒരുപാട് പ്രൊഡക്റ്റുകൾ അതിൻ്റെ പരസ്യം, അതിൻ്റെ മുതലാളിമാർ അവരവരുടെ ബിസിനസ് ചെയ്യുന്നു. നമ്മൾ പക്ഷേ അതിൻ്റെ പിടിയിൽ നമ്മൾ എന്തിനു പെട്ടുപോകുന്നത്?
ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാശൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങി ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുമ്പോൾ നമ്മളത് ഓർക്കണം. ഇത് നാളെ ഒരു ദുഃഖത്തിലേക്ക് പോകും നമ്മളെ. കാരണം നമുക്ക് അനുഭവിക്കാനുള്ളത് അശാന്തിയായിരിക്കും. അപ്പോൾ പറയുന്നത് ഈ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതല്ല സുഖം. ഇപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം വിചാരിച്ചു, ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊരു 10 ആഗ്രഹങ്ങളുണ്ടെങ്കിൽ 10 നിറവേറുമ്പോഴാണോ സുഖം? അതാണ് നമുക്ക് അറിയേണ്ടത്. അങ്ങനെയല്ല. 10 ആഗ്രഹങ്ങളുണ്ടെങ്കിൽ 10 നിറവേറുന്ന അല്ല സുഖം. ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന അല്ല സുഖം. അതാണ് ഇന്നത്തെ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യമേ തന്നെ കുറേ ആഗ്രഹങ്ങളുടെ ഒരു ടാർഗറ്റ് ഇടും. ഈ ആഗ്രഹങ്ങൾ കിട്ടിയിട്ടില്ല എങ്കിൽ അവർ ഉടനെ പറയും എനിക്ക് ദുഃഖമാണ്, എനിക്ക് വിഷമമാണ്. അങ്ങനെ പറയുന്നതിന് പകരം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്, എല്ലാം ഭഗവാന്റെ, ആ ഭഗവാന് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും സ്വീകരിക്കുകയും നമുക്ക് പ്രകൃതിയെയും എല്ലാ ചരാചരങ്ങളെയും മാനിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശാന്തി കിട്ടുകയും ചെയ്യും. നമുക്ക് വേണ്ട എന്താണോ അത് ഭഗവാൻ കൊണ്ട് തരുകയും ചെയ്യും. ഇതറിയാത്തതാണ് നമുക്ക് പറ്റിയ തെറ്റ്. അപ്പോൾ ഇന്നത്തെ ലോകം അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവനെ ശരിക്കും ഗൈഡ് ചെയ്യാൻ ആരുമില്ല. ഇനി അഥവാ ആരെങ്കിലും ഗൈഡ് ചെയ്താൽ തന്നെ അത് കേൾക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ആരെയും വിശ്വാസമില്ല. അങ്ങനെയാണ് വളർന്നു വന്നിരിക്കുന്ന ഒരാൾ ഇന്നത്തെ ലോകത്ത് വളർന്നു വരുന്ന സാഹചര്യം അങ്ങനെയാണ്. അവൻ്റെ വിദ്യാഭ്യാസം ഒക്കെ അങ്ങനെ നല്ല കാര്യങ്ങൾ കേട്ടാൽ അതിനെ ശരി എന്ന് പറയുന്ന ഒരു മനസ്ഥിതി അവനുണ്ടാക്കി കൊടുത്തിട്ടില്ല. അതാണ് നമ്മുടെ ഈ ലോകം ഇന്ന് അനുഭവിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളെ എങ്ങനെ സുഖം വർദ്ധിപ്പിക്കാം പറഞ്ഞ് ഓടി നടക്കുന്ന മനുഷ്യൻ കാമത്തിൻ്റെ പുറകെയാണ്. ആ കാമം ക്രോധത്തിലേക്ക് നയിക്കും. നേരത്തെ ഒരു ശ്ലോകം പറഞ്ഞു, കാമാത് ക്രോധോപിജായതേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് സ്മൃതി, അതിലൂടെ എന്ത് പറ്റും? സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര വലിയൊരു ശ്ലോകമുണ്ട് ഗീതയിൽ. അപ്പോൾ അതും നമുക്ക് എന്താ പറയുക, ഒരു ഐ ഓപ്പണർ തന്നെയാണ് ഈ ശ്ലോകങ്ങളൊക്കെ. നമ്മുടെ കണ്ണ് തുറപ്പിക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലെ കാമനകളൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും. എത്ര കുറച്ച് ആഗ്രഹങ്ങളുള്ളവനാണ് ഏറ്റവും സുഖി അല്ലെങ്കിൽ ശാന്തി അനുഭവിക്കുന്നത്. ആഗ്രഹങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ പഠിക്കുക. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളാണെങ്കിലും അവരോട് പറയുന്നത്, എത്ര ആഗ്രഹങ്ങളുടെ എണ്ണം കുറയ്ക്കുക, അത് പഠിക്കുക, ഗ്രാജ്വലി അത് പഠിക്കുക. നമ്മുടെ ജീവിതത്തിൽ മെഡിറ്റേഷനും ഒക്കെ ചെയ്യുമ്പോൾ ധ്യാനത്തിലൂടെയൊക്കെ നമ്മളെ ആ ഒരു മനസ്സിൻ്റെ ഒരു സംയമനം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ശാസ്ത്രങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കുക. ആ ശാസ്ത്രങ്ങളിൽ നമുക്ക് നല്ലൊരു ജീവിതം എങ്ങനെ വേണമെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് അറിയാത്ത ഇന്നത്തെ ലോകം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം ഈ ഒരു പരിഹാരമേ ഉള്ളൂ. ഇത് വേറെ എവിടെയും ഒരു പരിഹാരം ഇതിനില്ല. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ 2 ശ്ലോകങ്ങൾ ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, അഹം ത്വാ സർവ പാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. ഓം തത്സത്. ഹരി ഓം.